വായിച്ചതിന്റെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ പറയുകയും ചെയ്യാം. നമസ്കാരം. ഞാനൊരു അമിത മദ്യാസക്തൻ. ദൈവസഹായത്താലും ഈ കൂട്ടായ്മയുടെ ശക്തി കൊണ്ടൊന്നും മദ്യപിച്ചിട്ടില്ല. പേര് ഹരിഹര ലക്ഷ്മണൻ. ഹായ് ലക്ഷ്മൺ ചേട്ടാ. ലക്ഷ്മണൻ ചേട്ടാ, ഹായ് ഹായ്. ഹലോ. അപ്പൊ പാസ് ഇറ്റ് ഓൺ എന്നുള്ള ബുക്കാണ് ദ സ്റ്റോറി ഓഫ് ബിൽ വിൽസൺ ആൻഡ് ഹൗ ദി എ മെസ്സേജ് റീച്ച് ദ വേൾഡ്. നമ്മൾക്കൊക്കെ എങ്ങനെ കിട്ടി എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു പുസ്തകമാണിത്. ബിൽ വിൽസന്റെ സ്റ്റോറിയും എങ്ങനെ ലോകം മുഴുവനും ഈ മെസ്സേജ് എത്തി എന്നുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ നമ്മൾ വായിച്ചത് ബില്ല് ജനിക്കുന്ന ഒരു ഘട്ടം വരെയാണ്. Bill's father Gilman Barrows Wilson was an immensely likable man, known as an excellent storyteller with a fine voice that got even better with a few drinks. How jolly Gilly was, said one of the old neighbors. I remember how he had always said, "Darn the little ones and damn the big ones." അച്ഛനെ കുറിച്ച് പറയണം, ബില്ലിന്റെ അച്ഛനെ കുറിച്ച്. അദ്ദേഹം നല്ല ശബ്ദത്തിന്റെ ഉടമയായിരുന്നു. കുറച്ച് ഡ്രിങ്ക്സ് കഴിച്ചു കഴിഞ്ഞാൽ ഇനിയും നന്നാവും എന്നുള്ളതാണ്. വളരെ ജോളിയായിരുന്നു. ഗില്ലി എന്ന് പറയുമ്പോൾ അയാളുടെ ഷോർട്ട് ഫോമായിട്ട് പറയുന്നത്. വളരെ ജോളിയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അയൽവാസി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു പറച്ചലിനെ കുറിച്ച് അയൽവാസി പറയുന്നു, ഡാൺ ദ ലിറ്റിൽ വൺസ് ആൻഡ് ഡാം ദ ബിഗ് വൺസ്. കുട്ടികളെ സ്നേഹിക്കുക എന്നുള്ള കാര്യം പറയുന്നതിനെ കുറിച്ച് പറഞ്ഞു. He managed a marble quarry near East Dorset, and he was so highly regarded as a leader that later, when he went off to work in British Columbia, a number of old East Dorset quarrymen pulled up stakes to follow him. അദ്ദേഹത്തിന്റെ കരിയറെ കുറിച്ച് പറയാണ്. ഒരു മാർബിൾ ക്വാറി ഉണ്ടായിരുന്നു ഈസ്റ്റ് ഡോർസെറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഒരു നേതാവായിരുന്നു, ലീഡറായിരുന്നു. പിന്നെ അദ്ദേഹം ബ്രിട്ടീഷ് കൊളംബിയയിൽ പോയി. അത് നമ്പർ ഓഫ് ഓൾഡ് ഈസ്റ്റ് 14. അദ്ദേഹത്തെ പുൾഡ് അപ്പ് സ്റ്റേക്സ് ടു ഫോളോ ഹിം. അവരും അദ്ദേഹത്തിന്റെ പാതയിൽ പോകാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. ഡ്യൂറിംഗ് ബിൽസ് ഏർലി ചൈൽഡ്ഹുഡ്, ലാസ്റ്റ് പാര കേട്ടോ, ഇപ്പൊ ലാസ്റ്റ് പാര വായിക്കണം, 14 പേജ് ലാസ്റ്റ് പാര. During Bill's early childhood, he had a fine companionship with his father, who would play ball in the yard with him every night. On Sundays, we would rent a covered buggy with a flat top and tassels all around. Bill remembered. അതായത് അവരുടെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയണം. അച്ഛനുമായിട്ട് വളരെ നല്ലൊരു കൂട്ടാളിയായിരുന്നു. പന്ത് കളിക്കും, പിന്നെ വണ്ടി വാടകയ്ക്ക് എടുത്ത് ഇങ്ങനെ കറങ്ങാൻ പോവും എന്നുള്ള കാര്യങ്ങളൊക്കെ ബില്ല് എടുക്കുന്ന കാര്യം പറയണം. വി വുഡ് ഡ്രൈവ് അബൌട്ട് ഇൻ സം സ്റ്റൈൽ ആൻഡ് വിത്ത് എ ഗ്രേറ്റ് ഡീൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. നല്ല രസകരമായിട്ട് ഇങ്ങനെ കറങ്ങുന്ന കാര്യത്തെ കുറിച്ച് പറയണം. ഗിൽമൻസ് പീപ്പിൾ, ദി വിൽസൺസ്, were amiable and noted for their humanity. Easy-going, tolerant people. ബില്ലിന്റെ അച്ഛന്റെ ആൾക്കാർ, ദ വിൽസൺസ്, അവരുടെ കുടുംബ പേര്, ഒരു വളരെ നല്ല ആൾക്കാരായിരുന്നു. മൊത്തത്തിൽ അമിയബിൾ, വളരെ സ്വാപ്തികന്മാരായിരുന്നു, വളരെ എന്താ പറയാ, വളരെ മനുഷ്യസ്നേഹികളായിരുന്നു. പിന്നെ ഈസി ഗോയിങ് ആയിരുന്നു. അതായത് വലിയ കടുംപിടുത്തക്കാരൊന്നുമല്ല. ടോളറന്റ് പീപ്പിൾ, എല്ലാവരെയും സഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആൾക്കാരായിരുന്നു. who were also good managers and organizers. അവർക്ക് കാര്യപ്രാപ്തിയും ഓർഗനൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു. there is evidence of alcoholism in the family. അപ്പൊ അവിടെയും മദ്യാസക്തിയുടെ പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത്. ബിൽസ് paternal grandfather had been a serious drinker. ബില്ലിന്റെ അച്ഛന്റെ അച്ഛൻ ഒരു സീരിയസ് കുടിക്കുന്ന ആളായിരുന്നു. who got religion
at a revival meeting and never touched another drop. അദ്ദേഹത്തിന് പറ്റിയത് ഏതൊരു റിലിജിയൻ who got religion at a revival meeting. ഒരു മീറ്റിംഗിൽ, ഒരു റിവൈവൽ മീറ്റിംഗ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടാവണ നാച്ചുറലി ഒക്കെ വരുന്നതിന് മുമ്പായിരിക്കണം. ആ ഒരു റിവൈവൽ മീറ്റിംഗില്, അതായത് മതപരമായിട്ടുള്ള ഏതൊരു മീറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് തോന്നുന്നു. അതില് അദ്ദേഹത്തിന് ഒരു ബോധോദയം ഉണ്ടായി. പിന്നെ മുമ്പ് കുടിച്ചില്ല എന്നാണ് പറയുന്നത്. ഗിൽമാൻ വാസ് എ പ്രിറ്റി ഹെവി ഡ്രിങ്കർ. ഗിൽമാനും, അതായത് ബില്ലിന്റെ അച്ഛനും ഒരു നല്ല കുടിയനായിരുന്നു. ബട്ട് നോട്ട് ആൻ ആൽക്കഹോളിക്. ഒരു മദ്യാസക്തനായിരുന്നില്ല. കുടിക്കുമായിരുന്നു, പക്ഷെ മദ്യാസക്തനായിരുന്നില്ല. ബട്ട് സെഡ് ബിൽ, his father did get into more than one scrape because of liquor. But said Bill, his father did get into more than one scrape because of liquor. His ഒന്നിൽ കൂടുതലായിട്ടുള്ള സ്ക്രേപ്പ് എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ ഉദ്ദേശിച്ച് പറയണമെന്ന് തോന്നുന്നു. ബിക്കോസ് ഓഫ് മദ്യപാനം കൊണ്ട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. His mother's family were different. The Griffiths were teachers, lawyers and judges. അമ്മയുടെ ഫാമിലിയാണ് ഗ്രിഫിത്സ് എന്ന് പറയുന്നത്. അവരൊക്കെ അധ്യാപകരും അഭിഭാഷകരും ജഡ്ജിമാരും എല്ലാം ആയിരുന്നു. Griffiths were hard driving and strong willed with courage and fortitude. അവരുടെ കുടുംബത്തെ പറ്റി പറഞ്ഞു, അച്ഛന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞു. നമ്മുടെ കുടുംബം വളരെ സ്ട്രോങ് വിൽഡ് ആയിരുന്നു, ഭയങ്കര ധൈര്യശാലികളായിരുന്നു. ഫോർട്ടിറ്റ്യൂഡ് പറഞ്ഞ ഭയങ്കര അതായത് പ്രവർത്തിക്കാനുള്ള ഒരു ഇതുള്ള ആൾക്കാരായിരുന്നു. ഒരു തുടർച്ചയായി പ്രവർത്തിക്കാനുള്ള ഒരു ഇതുള്ള ആൾക്കാരായിരുന്നു. Emily had taught school before she married. She had intelligence, determination, ambition, and immense courage. She would later become successful in a profession long before most career fields were open to women. But the Griffiths also had some difficulty forming close relationships with people outside their own family. They were always highly respected but scarcely dearly loved, was the way Bill put it. ഇതൊരു വിശകലനമാണ്. ആ കുടുംബത്തിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് എമിലി എന്ന് പറയുന്നത് അമ്മ. ഒരു സെക്കൻഡ്. എമിലി എന്ന് പറയുന്നത് അമ്മ തന്നെ. അതെ, ബില്ലിന്റെ അമ്മ. അമ്മയുടെ കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ കുടുംബത്തിൽ വളരെ സ്ട്രോങ് വിൽഡ് ആയിരുന്നു, ഭയങ്കര ധൈര്യശാലികളായിരുന്നു, വളരെ പ്രവർത്തിക്കാനുള്ള ശേഷിയുള്ളവരായിരുന്നു. ഫോർട്ടിറ്റ്യൂഡ്, വളരെ ടഫായിരുന്നു എന്നുള്ളത് തന്നെയാണ്. സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എമിലി. അവരുടെ കല്യാണത്തിന് മുമ്പ് അവർ ഭയങ്കര ഇന്റലിജന്റ് ആയിരുന്നു. ഷീ ഹാഡ് ഇന്റലിജന്റ് ആയിരുന്നു, ഡിറ്റർമിനേഷൻ ആയിരുന്നു, അംബീഷൻ, വളരെ ആഗ്രഹമുള്ള ആളായിരുന്നു, ധൈര്യശാലിയായിരുന്നു. പിന്നീട് അവരുടെ തൊഴിൽപരമായിട്ട് വളരെ വിജയകരമായിട്ട് മുന്നേറി. ലോങ് ബിഫോർ മോസ്റ്റ് കരിയർ ഫീൽഡ്സ് വർ ഓപ്പൺ ടു വുമൺ. അതായത് ആ സമയത്ത് സ്ത്രീകൾ ഇങ്ങനെ ഈ ജോലിയുടെ സൈഡിലേക്ക് വന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു. അതിനു മുമ്പ് തന്നെ ഇവർക്ക് നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ്. ബട്ട് ദ ഗ്രിഫിത്സ് ഓൾസോ ഹാഡ് സം ഡിഫിക്കൽട്ടി ഫോമിംഗ് ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ. ഇവരുടെ കുടുംബത്തിന് ഒരു പ്രശ്നം എന്താ വെച്ചാൽ മറ്റുള്ളവരുമായിട്ട് ബന്ധം, സമൂഹമായിട്ടുള്ള ബന്ധം പുലർത്താൻ ഇത്തിരി വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ കുടുംബത്തിലല്ലാതെ പുറമേ ഉള്ളവരോട് അത്ര വലിയ ക്ലോസ് ആയിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും അവർ വളരെ റെസ്പെക്റ്റഡ് ആയിരുന്നു, വളരെ നല്ലൊരു ഗൗരവമായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു. ബട്ട് സ്കേഴ്സ്ലി ഡിയർലി ലൗഡ്. ആർക്കും അത്ര സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ബില്ല് പറയുന്നത്. വാസ് ദ വേ ബിൽ പുട്ട് ഇറ്റ്. അതാണ് ബില്ല് അമ്മയുടെ കുടുംബത്തെ കുറിച്ച് പറയുന്നത്. ഓൾദോ ബിൽ നെവർ മെയ്ഡ് എനി റിയൽ എഫർട്ട് ടു ട്രേസ് ഹിസ് റൂട്ട്സ്, he was Scottish Irish on his father's side and primarily Welsh on his mother's side. ഒരു കുടുംബത്തിന്റെ ഒരു പാരമ്പര്യത്തെ കുറിച്ച് വലിയൊരു ട്രേസ് ചെയ്യാനായിട്ട്, അതിനെ കണ്ടുപിടിക്കാനൊക്കെ വലുതായിട്ടൊന്നും ശ്രമിച്ചില്ലെങ്കിൽ പോലും
സ്കോട്ടിഷ് ഐറിഷ്, സ്കോട്ട്ലാൻഡ്, അയർലാൻഡ്. സ്കോട്ടിഷ് ഐറിഷ് അച്ഛന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയായിരുന്നു, നമ്മുടെ ഭാഗത്തു നിന്ന് വെൽഷ് ആയിരുന്നു. He believed himself to be a distant relative of Woodrow Wilson. Woodrow Wilson എന്ന് പറയുന്നത് വേറൊരു വിൽസൺ ഫാമിലിയിലുള്ള ആള്, അദ്ദേഹത്തിന്റെ ഒരു അകന്ന ബന്ധുവായിരുന്നു. താങ്ക്സ് ഫോർ യു ഓൾ, ടു ഫ്ലാറ്ററിംഗ് comparison between me and cousin Woodrow. Thanks for your too flattering comparison between me and cousin Woodrow. വുഡ്രോവിന്റെ ബന്ധത്തെ കുറിച്ച് വല്ലാതെ പുകഴ്ത്തി പറയുന്ന ആൾക്കാരോട് നന്ദി പറയാണ്. He once wrote to a friend, as a matter of fact, he's a fourth cousin about once removed. Years ago, some member of the Wilson family, now so large as to be the leading name in the Chicago telephone book. ഇതൊക്കെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണ്. ഫോർത്ത് കസിൻ ആണ്. about once removed. Years ago, some member of the Wilson family, now so large as to be the leading name in Chicago telephone book. അത് ഒരു പ്രശസ്തനായിരുന്നു എന്നുള്ള കാര്യം പറയാണ്. Visited my father and told him this. I guess there is a certain amount of resemblance when one stops to think about it. In fact, as an adult, he did have a facial and physical resemblance to President Wilson. ഇതൊക്കെ ആ വുഡ്രോ എന്ന് പറഞ്ഞ ആളെ കുറിച്ച് പറയുകയാണ്. ഒരു ഛായ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അത് resemblance to President Wilson. Bill's sister Dorothy Brewster Wilson, born in 1898. ബില്ലിന്റെ സഹോദരി ഡൊറോത്തി ബ്രൂസ്റ്റർ വിൽസൺ, 1898 ജനനം. പിന്നെ അവിടെ പുസ്തകമുള്ളവർക്ക് കാണാം, ഫോട്ടോസ് ഉണ്ട്. അതായത് എമിലിയുടെയും അച്ഛൻ്റെയും ഗിൽമന്റെയും രണ്ടുപേരുടെയും ഫോട്ടോസ് ഉണ്ട്. ഓക്കെ, Wilson, born 1898, researched their genealogy in order to qualify for membership in the Daughters of American Revolution. When asked what her ancestor had done in that war, she answered that he led American troops at the Battle of Monmouth. But she added with amusement, he was not a general but a drummer boy. അപ്പോ ഇത് സിസ്റ്ററുടെ കാര്യം അവര് റിസർച്ച് ചെയ്തിട്ട് ജീനോളജി ജീനിന്റെ ഒരു പഠനം, അത് ഒരു ഡോട്ടേഴ്സ് ഓഫ് DAR എന്നൊരു സംഭവമുണ്ട്. അതില് ഒരു മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്തു. അപ്പൊ ഈ പൂർവികന്മാര് എന്താ ചെയ്തിട്ടുള്ളത്, അന്നത്തെ ആ യുദ്ധത്തിൽ എന്താ, ബാറ്റിൽ ഓഫ് മൗണ്ട്മോത്ത് എന്താ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു അവരാണ് അമേരിക്കൻ ട്രൂപ്സിനെ നയിച്ചത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവര് പറയുന്നുണ്ട് അവർ ജനറൽ ആയിരുന്നില്ല, അതായത് മിലിറ്ററി ജനറൽ ഒന്നും അല്ല, ഒരു ഡ്രമ്മർ ബോയ് ആയിരുന്നു, ഡ്രംസ് കൊട്ടുന്ന ആളായിരുന്നു. Dorothy remembered the East Dorset of her turn of the century childhood as a small village of about 20 homes or 2 main streets with marble sidewalks and many beautiful trees, mostly sugar maples. അവരുടെ ഗ്രാമത്തെ കുറിച്ച് പറയുകയാണ്, ഡൊറോത്തി ഈസ്റ്റ് ഡോർസെറ്റ് എന്നുള്ള ഗ്രാമത്തെ കുറിച്ച്. അത് 20 വീടുകൾ ഉണ്ടായിരുന്നു, 2 മെയിൻ സ്ട്രീറ്റുകൾ ഉണ്ടായിരുന്നു, സൈഡ് വാക്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് മരങ്ങളും, ഷുഗർ മേപ്പിൾസ് എന്ന് പറഞ്ഞാൽ കരിമ്പാണോ അറിയില്ല, മോസ്റ്റ്ലി ഷുഗർ മേപ്പിൾസ്. There were two general stores, 2 marble mills, a cheese factory, a blacksmith shop and a cobbler shop. ആ ഗ്രാമത്തിലെ കച്ചവടം നടക്കുന്ന സ്ഥലം, ജനറൽ സ്റ്റോർസ്, മാർബിൾ മിൽസ് and a cheese factory,
a blacksmith shop, and a cobbler shop. Also a public school and 2 churches. A school, a church. Today, with a population of about 300, East Dorset has scarcely more than 50 houses. ഇന്നത്തെ, അതായത് ഇപ്പോഴത്തെ കാര്യം പറയാണ്, 300 വീടുകളുണ്ട്. ഈസ്റ്റ് ഡോർസെറ്റിൽ scarcely more than 50 വീടുകൾക്ക് കൂടുതലുണ്ട്. Tucked away from the Vermont Valley against the western slopes at the Green Mountains. Bill's home village is one of a number of small hamlets that make up the township of Dorset. Bill's home village is one of a number of small hamlets. Hamlets എന്ന് പറഞ്ഞ ഒരു ഈ കുടിൽ എന്നൊക്കെ പറയുന്നതിന്റെ വേറൊരു ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ബിൽസ് ഹോം വില്ലേജ്, ബില്ലിന്റെ ഗ്രാമം ഇതേപോലെ ചെറിയ ചെറിയ കുടിലുകളായിട്ടുള്ള വീടുകളായിരുന്നു. അതിന്റെ ടൗൺഷിപ്പ് ഡോർസെറ്റ് ഉണ്ട്. From his window, Bill could see Mount Aeolus rising above the town. Said Bill, an early recollection in one of looking up and seeing that vast and mysterious mountain and wondering whether I would ever climb that high. ബില്ല് അദ്ദേഹത്തിന്റെ വീട്ടിലെ ജനാലിലുള്ള കൂടെ നോക്കുമ്പോൾ അവിടെയുള്ള എയിലസ് എന്ന് പറഞ്ഞുള്ള ഒരു മല, അത് കയറാൻ പറ്റുമോ എന്നൊക്കെ മൂപ്പരുടെ ഇമാജിനേഷൻ, അതിനെ കുറിച്ചൊക്കെ ആണ് ഇവിടെ വിശദീകരിച്ചത്. നെയ്മഡ് ഫോർ ദ വിൻഡ് ഗോഡ് ഓഫ് ഗ്രീക്ക് മൈത്തോളജി. മൗണ്ട് എയിലസ് ഗ്രീക്ക് മൈത്തോളജിയിലെ ഒരു ദൈവത്തിന്റെ പേരാണ്. Mount Aeolus is known for the gusts that sweep around its summit and howl over the pits left by East Dorset's now defunct marble quarrying industry. അതിനെ കുറിച്ച് പറയാണ്. ഗസ്റ്റ്സ് that sweep around its summit. അതിലുള്ള മറ്റേ അതിന്റെ ഉച്ചകോടിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാണ്. മാത്രമല്ല, it over the pits left by East Dorset's now defunct marble quarrying industry. അവിടുത്തെ മാർബിൾ ക്വാറിങ് ഇൻഡസ്ട്രിയുടെ കാര്യങ്ങളെ കുറിച്ചും പറയണം. മാർബിൾ ക്വാറിങ് had died out in the area by the end of World War I. അപ്പൊ മാർബിൾ ക്വാറിങ് അവിടെ നിന്നുപോയിരുന്നു ലോകമഹായുദ്ധം വന്നതോടെ. But it was still an active industry in Bill's childhood. ബില്ലിന്റെ കുട്ടിക്കാലത്ത് അത് അപ്പോഴും ഒരു ആക്റ്റീവായിട്ടുള്ളൊരു ഇൻഡസ്ട്രി തന്നെ ആയിരുന്നു. മൈ പീപ്പിൾ ഓൾവേസ് were operators of marble quarries and is on the Wilson side, and my father inherited the tradition, Bill recalled. I can remember as a small boy seeing him set off in a gig for the so-called North Quarry, and it was out of his quarry that many noted memorials, I think Grand Stone, perhaps the New York Public Library and other buildings in New York City were fashioned. Dorset marble is white with light blue gray shadings. ആ മാർബിളെ കുറിച്ചൊക്കെ പറയാണ്. ആ മാർബിൾ കൊണ്ട് തന്നെയാണ് ന്യൂയോർക്കിലുള്ള പബ്ലിക് ലൈബ്രറിയും മറ്റു ബിൽഡിങ്ങുകളൊക്കെ ഫാഷൻ, അതായത് അത് ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം പറയുന്നു. Bill was a precious child when he was very young. His father gave him a large illustrated dictionary to look at, and he would ask what the pictures were. Bill വളരെ ഒരു precious child ആയിരുന്നു. അത് വളരെ കൂടുതലായിട്ടും സ്നേഹിക്കപ്പെടുന്ന ഒരു ശിശുവായിരുന്നു. അദ്ദേഹം ചെറുതായിരിക്കുമ്പോൾ അച്ഛൻ ഒരു ഇല്ലസ്ട്രേറ്റഡ് ഡിക്ഷണറി കൊടുക്കുമായിരുന്നു, വായിക്കാൻ കൊടുക്കുമായിരുന്നു. And he would ask what the pictures were. അതിലുള്ള ചിത്രങ്ങളെ കുറിച്ചൊക്കെ ബില്ല് ചോദിക്കുമായിരുന്നു. Among other things, he learned the looks of a cantilever bridge. When his mother took him on the train to New York City, the route lay along the Hudson River with its several bridges. Standing up in the seat, he called in a loud voice, "Oh, Mom, there is a cantilever bridge." The other passengers gazed at this smart little boy.
അമ്മ തീവണ്ടി യാത്ര ചെയ്യുമ്പോൾ ഈ കാന്റിലിവർ ബ്രിഡ്ജിനെ കുറിച്ച് ബില്ല് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും അത് ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. Bill started school in the 2-room school house at East Dorset. His early letters to his mother show a good imagination and an active mind. ബില്ലിന്റെ കുട്ടിക്കാലത്തുള്ള കത്തുകൾ, അമ്മയ്ക്കുള്ള കത്തുകൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നല്ലൊരു ഇമാജിനേഷൻ ഉള്ള ആളായിരുന്നു. വളരെ നല്ല ആക്റ്റീവായിട്ടുള്ള മനസ്സുള്ള ആളായിരുന്നു. In a letter probably sent from the East Dorset in February 1902, when he was about 6 years old, to Emily and Dorothy, who were in Florida, he wrote, അമ്മയ്ക്കും ഡോറോത്തിക്കും എഴുതിയ കത്ത് അത് പറയുന്നുണ്ട്. Dear Mama, please will you send me some oranges? I hope you will have a good time. How are you, Mama? It's nice. Is it nice place? I would like to go too. If Papa would let me go with you. അമ്മയ്ക്ക് എഴുതിയ കത്ത്, അമ്മ ഫ്ലോറിഡയിലായിരുന്നു. അമ്മയ്ക്ക് എഴുതിയ കത്ത് കുറച്ച് ഓറഞ്ചസ് തന്നെയല്ലേ അതെ എനിക്ക് അയക്കുവോ? ഐ ഹോപ്പ് യു വിൽ ഹാവ് ഗുഡ് ടൈം. അവിടെ നന്നായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് എന്നൊക്കെ ബില്ല് എഴുതിയ, അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ എഴുതിയ ഒരു കത്തിനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. On March 9th, Bill wrote again, Dear Mama, how are you and Dorothy? Papa just brought Dorothy's picture. We think it is very nice. Grandma got the flowers you sent last night. ഇതൊക്കെ ബില്ലിന്റെ ആ ഒരു കുടുംബത്തിലുള്ള ഒരു ഇരിപ്പുവശത്തെ കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. സാധാരണ ഇതൊക്കെ വായിക്കുമ്പോൾ അത് തന്നെയാണ് തോന്നുന്നത്. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ചും സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവർ സ്നേഹിച്ചിരുന്ന കാര്യങ്ങളും അതൊക്കെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. The Wilson house in East Dorset, Vermont, tucked away on the western slopes of the Green Mountain. അതൊരു പിക്ചറാണ് അതിന്റെ. They are lovely. Has Dorothy got an alligator? How did Dorothy like the boat? William Griffith Wilson. In yet another letter, Bill announced that he was wearing 11-year-old pants. I guess you will not know me when you come home, he added. When are you coming home? I am having school vacation until the 1st of April. I'll be glad to see you. This was signed from Billy. വേറൊരു കത്തില് ഇതേപോലെ ഓരോ കാര്യങ്ങൾ, അതായത് അദ്ദേഹം ധരിച്ചിരുന്ന പാന്റിനെ കുറിച്ചും വീട്ടിൽ വരുമ്പോ എന്നെ ചിലപ്പോൾ മനസ്സിലാവില്ല എന്നുള്ള കാര്യങ്ങൾ, ഐ ഗസ് യു വിൽ നോട്ട് നോ മീ വെൻ യു കം ഹോം, മനസ്സിലാവില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് അതിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ്. എപ്പോഴാണ് വീട്ടിൽ വരുന്നത്? ഐ എം ഹാവിങ് സം സ്കൂൾ വെക്കേഷൻ, ഏപ്രിൽ 1-ാം തീയതി വെക്കേഷൻ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ കാണാനൊക്കെ കൊതിയാവുന്നു എന്നുള്ളതാണ്. Emily and Dorothy were still away from East Dorset when Bill wrote on September 21, 1902, Dear Mama, school has begun and we are in the second reader. I have a brand new arithmetic. We have the same teacher that was here before. I have two new under teeth. They look just like little saws. Grandpa and I went to Captain Thomas's show. The cap is a slick one. When are you and Dorothy coming home? I want to see you ever so much. I try to be a good boy. Grandpa says I am learning to read and do numbers very fast. From your little son, Willie. P.S. Kiss sister for me. ബില്ലി എന്ന് പറയുന്നത് ബിൽ വിൽസൺ എന്നുള്ള ആ ഒരു ബില്ലി അത് തന്നെയാണ്. പിന്നീടുള്ള ഒരു കത്താണ്, അമ്മയ്ക്ക് എഴുതിയ കത്താണ്.
പുതിയ പഠനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അരിത്മാറ്റിക് പഠനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ടീച്ചറെ കുറിച്ചും അതേ സെയിം ടീച്ചർ തന്നെയാണ്. അദ്ദേഹത്തിന് പല്ലുണ്ടായ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. തൊപ്പിയുടെ കാര്യമാണെന്ന് തോന്നുന്നത്. ക്യാപ്പ് ഈസ് എ സ്ലിക്ക് വൺ. ദ ക്യാപ്പ് ഈസ് എ സ്ലിക്ക് വൺ. അമ്മയെ കാണണം എന്നുള്ള ആഗ്രഹം പറയുന്നുണ്ട്. ഞാൻ നല്ല കുട്ടിയായിരിക്കാൻ നല്ല കുട്ടിയായിരിക്കുന്നുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നു ഞാൻ നല്ലൊരു കുട്ടിയാണെന്ന് പറയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. In 1903, the Wilson family moved to Rutland, 25 miles north, where Bill's father took over management of the Rutland Florence Quarry. They lived at 42 Chestnut Avenue and Bill attended the Church Street School. 1903 അവര് റട്ട്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറിയത്. 25 മൈൽ വടക്കോട്ട് പോയി. അവിടെ ബില്ലിന്റെ അച്ഛൻ വേറൊരു ഫ്ലോറൻസ് ക്വാറി അത് ഏറ്റെടുത്തു. Compared to East Dorset, Rutland was a metropolis, and Bill found his new school threatening. I will recall I well recall how overcome I was by the large number of children around me and how I began to develop great shyness. ഈ പുതുതായി പോയ സ്ഥലത്തിന്റെയും മറ്റേ പഴയ സ്ഥലത്തിന്റെയും വ്യത്യാസത്തെ കുറിച്ച് പറയാണ്. അവിടെ കൂടുതൽ പിള്ളേരുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നാണം കുടുങ്ങിയായിട്ട് ഉണ്ടായ സ്വഭാവങ്ങളെ കുറിച്ചൊക്കെ തിരിച്ചറിഞ്ഞ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. Because of my shyness and awkwardness, I began to work overtime to be a baseball player in sports. I alternated between feeling extremely competitive and elated upon success and deeply discouraged and timid in defeat. അതിനുശേഷം ഈ നാണം കുടുങ്ങിയായിരുന്ന കാരണം ആണെന്നാണ് പറയുന്നത്. ബേസ്ബോൾ കളിക്കാനായിട്ട് പരിശ്രമിച്ചു. പിന്നെ I alternated between feeling extremely competitive and elated upon success. അതായത് അദ്ദേഹത്തിന് ഒരു സക്സസ് ഉണ്ടാവുമ്പോൾ ഒരു വളരെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ വളരെ പുളകാങ്കിതനായി എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം ഡീപ്ലി ഡിസ്കറേജ്ഡ് ആൻഡ് ടിമിഡ് ഇൻ ഡിഫീറ്റ്. തോൽക്കുമ്പോൾ വളരെ ആള് ചുരുങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. വളരെ ഡിസ്കറേജ്ഡുമായി ആൾ വളരെ ചുരുങ്ങിപ്പോയി എന്നുള്ളത്. A defeat was particularly painful if it looked the shape of a physical trouncing by some smaller schoolmate. തോറ്റ കാര്യങ്ങളെ കുറിച്ച് പറയാം. തോറ്റ് വളരെ വേദനാജനകമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും അതൊരു സ്കൂൾമേറ്റിന്റെ ഒരു വഴിക്ക് വന്നതാണെങ്കിൽ. Bill, who would reach a height of 6 feet 2 inches, was already tall for his age. ബില്ലിന്റെ ശരിക്ക് ഉള്ള ഒരു ഹൈറ്റ് അതായത് 6 അടിയായിരുന്നു, 6 അടി 2 ഇഞ്ചായിരുന്നു. പക്ഷെ ഈ സമയത്ത് മൂപ്പരുടെ പ്രായത്തിനേക്കാൾ ഉയരം തോന്നിക്കുന്ന ഒരു ഉയരമായിരുന്നു അദ്ദേഹത്തിന്. As was indicated by the 11-year-old. Young Bill worked at Excel School Sports in an effort to overcome his shyness and awkwardness. ഫോട്ടോ ഉണ്ട്, ബില്ലിന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ ഉണ്ട്. 11 വയസ്സായിട്ടുള്ള ഫോട്ടോ ആണത്. പുസ്തകമുള്ളവർക്ക് കാണാൻ പറ്റും. As was indicated by the 11-year-old pants at age 6. ഇത് 6 വയസ്സിലുള്ള ഫോട്ടോ ആണ്. പാൻഡാണ് 11 വയസ്സാൽ. അതായത് അത്രയും വലിയ പാൻറ് അദ്ദേഹത്തിന് ഇടേണ്ടി വരുന്നിരുന്നു എന്നുള്ളതാണ് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കി. He remembered that his shyness and awkwardness prevented him from developing close friendships as a child. കുട്ടിക്കാലത്ത് മറ്റുള്ളവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ക്യാരക്ടർ. നാണം കുടുങ്ങിയും
ഈ വല്ലാത്ത നാണം കുടുങ്ങിയും വല്ലാതെ ഓക്വേർഡായിട്ട്, അതായത് പിന്മാറി നിൽക്കുന്ന ഒരു സ്വഭാവം. Bill did have one childhood friend who remained close throughout his life. Mark Vallon was 9 years older than Bill, and actually remembered hearing Emily's cries on the morning Bill was born. അത് ശരി. ബില്ലിന്റെ ഒരു സുഹൃത്ത് മാർക്ക് വാലൻ, അദ്ദേഹം 9 വയസ്സ് പ്രായം കൂടുതലായിരുന്നു എന്നതുകൊണ്ട് തന്നെ ജനിക്കുമ്പോഴുണ്ടാവുന്ന അമ്മയുടെ കരച്ചിൽ പോലും അദ്ദേഹം കേട്ടിട്ടുണ്ട്. ബില്ല് ജനിക്കുമ്പോഴുണ്ടാവുന്ന ബില്ലിന്റെ അമ്മ കരയുന്നത് പോലും കേട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. He later appears in Bill's letters and recollections as my friend the postman because he became the rural letter carrier in East Dorset. ബില്ലിന്റെ കത്തുകൾ കൊണ്ടു കൊടുക്കുന്ന ആളായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നു. Although there were inner conflicts developing in Bill's childish heart, he was hardly regarded as a troublesome or unfriendly youngster. On the contrary, I never heard anyone say they didn't like Bill, a former classmate recalled. He was a mighty nice fellow, very popular. He was very tall and well built with broad shoulders, a nice looking boy. ഇങ്ങനെയൊക്കെ ഒരു വിരോധാഭാസമുള്ള ഒരു മാനസികാവസ്ഥയുള്ള ആളായിട്ട് പോലും ബില്ലിന്റെ കുട്ടിക്കാലത്തെ മാനസികാവസ്ഥ അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തെ ആരും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളാണെന്നോ അല്ലെങ്കിൽ ഒരു അൺഫ്രണ്ട്ലി ഒരു ചെറുപ്പക്കാരനായിട്ടോ കണക്കാക്കിയിരുന്നില്ല. മാത്രമല്ല, ആരും അവർക്ക് ബില്ലിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ആരും പറഞ്ഞിരുന്നില്ല. ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ക്ലാസ്മേറ്റ് പറയുന്നതാണ് ഇവിടെ പറയുന്നത്. നല്ലൊരാളായിരുന്നു, എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായിരുന്നു, നല്ല ഉയരമുള്ള ആളും നല്ല ഒത്ത ശരീരവും നല്ല പരന്ന ഷോൾഡേഴ്സും ഒരു കാണാൻ നല്ല ഒരു കുട്ടിയായിരുന്നു ബില്ല്. Bill showed an early interest in science, and while they were living in Rutland, he made himself a chemistry laboratory in the woodshed. He almost blew up the shed and himself. I remember how horrified my father was when, coming home one night, he found that I had mixed certain acids. I should imagine sulfuric and nitric to make actual nitroglycerin in the back shed. And when he arrived, I was dipping strips of paper in the nitroglycerin and burning them. You can imagine what a sensation this made with a man accustomed, and he was in his quarry business, to the use of dynamite, which is but a pale imitation of the real stuff. I remember how very gingerly Dad lifted that dish, dug a very large hole, which he wet, and gingerly spread the evil stuff about it, and just as gingerly covered it up. ഇത് ബില്ലിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ സയൻസിനോടുള്ള താല്പര്യം, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഒരു ലാബ് അദ്ദേഹം ഉണ്ടാക്കി. അതില് ഈ കെമിക്കൽസ് സൾഫ്യൂറിക്കും നൈട്രിക്കും രണ്ടും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അത് സ്ഫോടന വസ്തുവിൽ ഉപയോഗിക്കുന്നത് പോലുള്ളൊരു തന്നെയാണ്. അപ്പോ അത് ചെയ്തിട്ട് to make nitroglycerin in the back shed, അതുണ്ടാക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബില്ലിന്റെ അച്ഛൻ അത് കണ്ടുകൊണ്ട് വരികയും അദ്ദേഹത്തിന് ഇതിന്റെ ഡേഞ്ചറിനെ കുറിച്ച് അറിയും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പിന്നെ മൂപ്പര് അതിനെയൊക്കെ എടുത്തു മാറ്റി അതിൽ നിന്നുണ്ടാവുന്ന അപകടത്തെ ഒഴിവാക്കി എന്ന് തന്നെയാണ് ഈ പാരഗ്രാഫ് പറയുന്നത്. Another experiment Bill tried was a telegraph set. He and his friends Russ communicated by Morse code and with a set Bill made. ടെലിഗ്രാഫിന്റെ കാര്യങ്ങളിലൊക്കെ മൂപ്പര് എക്സ്പെരിമെന്റ് ചെയ്തു. In 1906, Emily, Bill and Dorothy moved back to East Dorset. അമ്മ, ബില്ല്, സഹോദരി മൂന്നുപേരും ഈസ്റ്റ് ഡോർസെറ്റിലേക്ക് തന്നെ തിരിച്ചുപോയി. Some of Bill's letters from that period have survived. ബില്ലിന്റെ ലെറ്ററെ കുറിച്ച് പറയാണ്. November 12, 1906,
എഴുതിയ ഒരു കത്ത്. അങ്ങനെയുള്ള സമയത്ത് 1906 എഴുതിയത്. ഡിയർ മമ്മ, it snowed today quite hard and at school there were a great deal of snowballing. മഞ്ഞുകാലത്തെ കുറിച്ച് അവിടെ ഒരുപാട് മഞ്ഞുണ്ടായി. Dorothy is well and so I am and so am I, and I hope you are well too. അമ്മയ്ക്ക് എഴുതുന്ന കത്താണ്. When we got our Jack's Halloween and I called mine Punch and Dorothy called hers Judy. We got our Jack's Halloween. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. I called mine Punch and Dorothy called hers Judy. എൻ്റെ പേര് പറയാണ്. You were asking me, when you make N, what happens after you light the P? The fumes of phosphoric anhydride P2O3 at once rise and fill the jar with dense white fumes, which after standing the H2O absorbs the P2O. As the P burns, it consumes the oxygen of the jar, thus leaving the nitrogen nearly pure. Air is composed of 1/5 oxygen, 4/5 nitrogen. As the oxygen is consumed by the burning P, the water rises 1/5 the height of the jar. So that is what happens. ഒരു എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ വിശദീകരണത്തിനൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അവിടെ ഒരു അമ്മയ്ക്ക് എഴുതിയ കത്തിൽ ഇത് വിവരിക്കുകയാണ്. November 13, on Halloween night, they had a Halloween party at the hall. They had shadow pictures and all sorts of games, had refreshments. The room was entirely lit by Jacks and Jap lanterns. Had a great time. I can't think of any more. Your loving son, Billy Wilson, P.S. Billy Wilson, P.S. I have not yet been to Rutland to see R. Okay, അത് വേറൊരു ലെറ്റർ. അതിൽ പറയുന്നത് അവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. A note on the letter carries the comment. He happens to know what happens, doesn't he? Isn't this too funny? I think he can beat his mother in the art of letter writing. That may have been written by Emily or by one of Bill's grandparents in enclosing the letter for mailing. A note on the letter carries the comment. He happens to know what happens, doesn't he? ബില്ലിന്റെ കത്തുകളെ കുറിച്ച് പറയാണ്. Isn't this too funny? I think he can beat his mother in the art of letter writing. ലെറ്റർ റൈറ്റിംഗ് ഒക്കെ അന്ന് വലിയൊരു കാര്യമായിരുന്നു. അപ്പൊ അമ്മയെക്കാളും നന്നായി എഴുതുന്നുണ്ട് എന്നുള്ള അഭിപ്രായം എന്നുള്ളതായിരുന്നു. There is no date on the following letter, although the reference to Valentine's suggests it may have been February or March 1907. Dear Mama, we are all well, and I hope you were, and I hope you are. Have not found time to write. We have to study day and night. Can just pinch along, and so can the rest. Today I wrote a composition on the iron and steel industry. The Valentines you sent were all gone before breakfast the next morning. We got them at night. We could have sold 50 more if we had had them. Dorothy says she wants you to send some Easter cards. Do you remember? അപ്പോൾ ഇത് പിന്നീടുള്ള ഒരു കത്താണ്. അമ്മക്ക് എഴുതിയ ഒരു കത്താണ്. വാലന്റൈൻസ് ഡേ ദിവസം എഴുതിയ കത്താണ്. അദ്ദേഹത്തിന്റെ ഓരോ എക്സ്പീരിയൻസ്. I wrote a composition on the iron and steel industry. Iron and steel industry കുറിച്ച് എഴുതിയ കാര്യങ്ങൾ പറയാണ്. Do you remember Mr. Parent, the little girl's father? Her name was Lily. She used to come
to play with Dorothy. ബില്ലിന്റെ സിസ്റ്ററിന്റെ കൂടെ കളിക്കാൻ വരുന്ന ഒരു കുട്ടിയെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. Well, the mill shut down here. Lily's father went to work at West Rutland. He was going across the crossing. He had his cap pulled over his ears, so he didn't hear the train that was coming that killed him. It was too bad. ഈ ലില്ലി എന്ന് പറയുന്ന ഈ സിസ്റ്ററിന്റെ ഫ്രണ്ടിന്റെ അച്ഛന് ഉണ്ടായ ആക്സിഡന്റ് ട്രെയിൻ ഇടിച്ചു മരിക്കുന്ന ആക്സിഡന്റിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. About that medicine, when I came from Russell's house, I came down Center Street. I got Dorothy a set of doll dishes. I thought there was something more I had to buy, but couldn't think of it. I got to the depot in time to catch the train and never thought of it till I go home. I'm sorry, your loving son, Bill. ഇത് ഓരോ കാര്യങ്ങൾ, ഇതിലൊന്നും വലിയ വിശദീകരണത്തിന് പോണമെന്നില്ല. There was a reason. ആർക്കെങ്കിലും പറയണമെങ്കിൽ പറയണ്ടോ? അത് നിർത്തിയ ശേഷം പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. There was a reason for Emily's prolonged absences. There was a reason for Emily's prolonged absences. All unbeknown to Dorothy and me, a rift was developing between my mother and father. Bill recalled. I recollect too, my mother was having what they said were nervous breakdowns, sometimes requiring that she go away for extended periods to the seashore and on one occasion to the sanatorium. ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് അവര് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു നല്ല സ്മൂത്ത് അല്ലാത്ത ജീവിതത്തിൽ ഉള്ള ഒരു റിലേഷൻഷിപ്പ് അച്ഛനമ്മയുടെ ഇടയിൽ ഉണ്ടാവുന്ന കാര്യത്തെക്കുറിച്ച്, അതിന്റെ തുടക്കത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോ അമ്മ നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ടായി എന്നുള്ളതാണ് ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോ അവര് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ, കുറെ കാലത്തിന് മാറി നിൽക്കേണ്ട അവസ്ഥ. പിന്നെ ഒരിക്കല് സാനിറ്റോറിയം നമ്മൾ ചികിത്സാലയം ആയിരിക്കും പോകേണ്ട അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. Though I did not know it, and though my father never became an alcoholic, he was at times pretty heavy drinker. Like me, he was a person to be pretty much elated by success, and together with some of his marble quarry friends and their financial backing in New York, would have extended sprees. അച്ഛന്റെ കാര്യത്തിലേക്ക് വരികയാണ്, അച്ഛന്റെ കാര്യത്തെക്കുറിച്ച് പറയാണ്. Though I did not know, എനിക്ക് അറിഞ്ഞിരുന്നില്ലെങ്കിൽ പോലും എൻ്റെ അച്ഛൻ ഒരു മദ്യാസക്തൻ, നെവർ ബിക്കേം എൻ ആൽക്കഹോളിക്, ഒരു മദ്യാസക്തൻ ആയില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് നല്ലോണം മദ്യപിക്കുന്ന ഒരാളായിരുന്നു. എന്നെപ്പോലെ തന്നെ, അതായത് ബില്ലിന്റെ ഒരു സ്വഭാവത്തിലൊരു വിശേഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. വിജയം അദ്ദേഹത്തെ വല്ലാതെ പൊക്കുകയും തോൽക്കുന്ന സമയത്ത് വല്ലാതെ നിരാശനാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നേരത്തെ വായിച്ചിരുന്നു. അപ്പൊ അച്ഛനും അതുപോലെ തന്നെ ആയിരുന്നു എന്ന് പറയുകയാണ്. Though I never knew the details, I think one of these episodes and consequences that greatly affronted my mother and increased the strain between them. ശരിയായ കാരണം നിങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല, പക്ഷെ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു വേർപാടിനേക്കുള്ള പോക്കായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. Strain between them. Shortly after they returned to East Dorset, the rift between Emily and Gilman became an open break. ഒരു പൊട്ടിത്തെറിയായി പോയി അച്ഛനമ്മയായിട്ടുള്ള പ്രശ്നങ്ങൾ. Mother took Dorothy and me on what we thought was to be a picnic at beautiful North Dorset Pond, now called Emerald Lake. We sat on the southwest shore under a shade tree, and Mother seemed very quiet, and I think we both had a sense of foreboding. അപ്പോൾ അമ്മ ഒരു പ്രശ്നമൊക്കെ ആയിട്ട് അമ്മ
ബില്ലിനെയും സിസ്റ്ററിനെയും കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. അതാണ് എമറാൾഡ് ലേക്ക് എന്നുള്ളതാണ് പറയുന്നത്. Then it was that mother told us that father had gone for good. അച്ഛൻ ഇനി വരില്ല, അച്ഛനെ നമ്മൾ കാണില്ല എന്നുള്ള രീതിയിൽ അമ്മ പറഞ്ഞു. To this day, I shiver every time I recall that scene on the grass by the lake front. അത് വളരെ വിറച്ചുകൊണ്ടാണ് ആ ഓർമ്മകൾ എനിക്കുണ്ടാവുക എന്ന് പറയുകയാണ്. It was an agonizing experience for one who apparently had the emotional sensitivity that I did. എന്നെപ്പോലുള്ള ഒരു മാനസികാവസ്ഥയുള്ള ഒരാൾക്കൊരു വളരെ ഒരു വേദനാജനകമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അത് എന്ന് പറയുകയാണ്. I hid the wound, however, never talked about it with anybody, even my sister. പക്ഷെ അത് പുറത്ത് പറഞ്ഞിരുന്നില്ല. ബില്ലി ഈ വേദനയെ കുറിച്ച് പുറത്ത് ആരോടും പറഞ്ഞിരുന്നില്ല. His parents' divorce was a shock Bill never forgot. അങ്ങനെയാണ് അവരുടെ വേർപാട്. അത് അദ്ദേഹത്തിന് വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ വാസ് എ ഷോക്ക്, മറക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു ബില്ലിന്റെ അച്ഛനും അമ്മയുടെയും വേർപാട്. The pain was heightened by the fact that he did not see his father again for 9 years. പിന്നീട് അച്ഛനെ 9 വർഷത്തിന് കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. After the separation, Gilman left Vermont. അച്ഛൻ വെർമോണ്ട് എന്നുള്ള സ്ഥലം വിട്ടുപോയി. He eventually settled in the Western Canada, continuing his work as a quarryman in High River, Alberta. അൽബർട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കാനഡയിൽ. അവിടെ അദ്ദേഹത്തിന്റെ ജോലി തുടർന്നു. ആൻഡ് അറൌണ്ട് മാർബിൾ ഹെഡ്, ബ്രിട്ടീഷ് കൊളംബിയ. Bill's strong-willed mother lacked the warmth and understanding that might have stood her son in good stead at such a difficult time. Bill's strong-willed mother lacked the warmth and understanding. അമ്മ വളരെ ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ട്രോങ് ബില്ലുള്ളൊരു അമ്മ ആ ഒരു സുഖം അല്ലെങ്കിൽ ആ ഒരു warmth that might have stood her son in good stead at such difficult time. അദ്ദേഹത്തിന് ആ സമയത്ത് വേണ്ടിയിരുന്ന ഒരു ലാളിത്വം കിട്ടിയിരുന്നില്ല എന്ന് തന്നെയാണ്. മൈ മദർ വാസ് എ ഡിസിപ്ലിനറിയൻ, വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ആൻഡ് ഐ ക്യാൻ റിമെമ്പർ ദ agony of hostility and fear I went through when she administered her first good tanning with the back of a hairbrush. ബില്ലിന് അടി കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. Somehow I never could forget that beating. It made an indelible impression on me. ഒരു മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണത്. എമിലി settled Bill and Dorothy in with her own parents. Garner Fight Griffith and Ella Griffith in East Dorset. ബില്ലിന്റെ അമ്മ അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ താമസിച്ചു. She remained there with them for a time, recovering from an unidentified illness and completing arrangements for the divorce. അവരുടെ വേർപാടിന്റെ കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് ചെയ്തു. By this time it was 10 or 11. By this time I was 10 or 11. By this time I was 10 or 11, growing even more rapidly, still suffering from my physical awkwardness and from my mother's and father's separation and divorce, Bill said. ആ വേർപാടിന്റെ വളരെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചു എന്നാണ്. I remember hearing mother and grandfather talking about this divorce and how it could be brought about. ഈ വേർപാട്, അച്ഛൻ്റെ അമ്മയുടെയും വേർപാടിനെ കുറിച്ച് അവർ സംസാരിക്കുന്നത് കേട്ടിരുന്നു, എങ്ങനെ ചെയ്യാം. I recalled mother's covert trip to Bennington, Vermont, to see a man called Lawyer Barber,
അച്ഛനൊരു അഭിഭാഷകനെ പോയി കണ്ട കാര്യങ്ങൾ. ദെൻ ഐ ലേൺ ദാറ്റ് ദ ഡൈവോഴ്സ് വാസ് കംപ്ലീറ്റ്. പിന്നീട് അച്ഛൻ്റെ അമ്മയുടെയും ഡൈവേഴ്സ് കംപ്ലീറ്റ് ആയി എന്നുള്ള കാര്യം മനസ്സിലായി. ദിസ് certainly did something to me which left a deep mark. ഒരു മറക്കാൻ പറ്റാത്തൊരു ഒരു എടുത്തു മാറ്റാൻ പറ്റാത്തൊരു ആഴത്തിലുള്ള ഒരു അടയാളം എന്നിൽ ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ്. ഫോർ യങ് ബിൽ ദ ഡൈവേഴ്സ് മസ്റ്റ് ഹാവ് ബീൻ പെയിൻഫുൾ ബിയോണ്ട് ഇമാജിനിങ്. ബില്ലിന് അച്ഛൻ്റെ അമ്മയുടെയും ഈ ഡൈവേഴ്സ് വല്ലാത്ത വിഷമം ഉണ്ടാക്കി. ആലോചിക്കാൻ പോലും പറ്റില്ല, അത്രയും വലിയൊരു വിഷമമായിരുന്നു. ഹി വാസ് ബീങ് സെപ്പറേറ്റഡ് ഫ്രം എ ഫാദർ ഹി അഡോർഡ്. അച്ഛനോട് വളരെ സ്നേഹമായിരുന്നു. ആ അച്ഛനിൽ നിന്നും ബില്ലിനെ വേർപെടുത്തിയത് വളരെ സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അറ്റ് എ ഡിഫിക്കൽട്ട് ടൈം ഇൻ ദ ലൈഫ് ഓഫ് എ യങ് ബോയ്. ഒരു ചെറുപ്പക്കാരന്റെ ആ ഒരു അവസ്ഥയിൽ അങ്ങനെ വേർപാട് ഉണ്ടാക്കിയത് വലിയ ബുദ്ധിമുട്ടാക്കി. ദ ബിഗിനിങ് ഓഫ് പ്യൂബർട്ടി. അദ്ദേഹം കൗമാരത്തിലേക്ക് വരുന്ന സമയം. To compound the injury, divorce in a small New England town at the beginning of the century, 1906, was virtually unheard of. It may have aroused feelings of shame and disgrace that the child of divorced parents today would not understand or share. ആ സമയത്ത് ഇതൊക്കെ വളരെ ദുർലഭമായിരുന്നു. അത്ര ഒരുപാടൊന്നും ഇത് കേൾക്കാത്തൊരു സമയമായിരുന്നു. അപ്പൊ അത് ഇന്നത്തെ ഇതുപോലുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു അന്ന് എന്നാണ് പറയുന്നത്. That the child of divorced parents today would not understand or share was virtually unheard of. It may have aroused feelings of shame and disgrace. അതായത് ഇത് വളരെ ദുർലഭമായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത് വളരെ ഒരു ഷെയിം അല്ലെങ്കിൽ ഒരു നാണം, പിന്നെ ഒരു സുഖമില്ലായ്മ, ഒരു നല്ലൊരു അവസ്ഥയല്ലാത്തൊരു കാര്യം. ഡിസ്ഗ്രേസ് എന്നൊക്കെ പറയുമ്പോൾ വളരെ നാശം ഉണ്ടാക്കുന്ന ഒരു കാര്യം. ബിൽ സെഡ് ഹി റിമെയിൻ ഡിപ്രസ്ഡ് ഫോർ ഓൾമോസ്റ്റ് എ ഇയർ ഫോളോയിങ് ഹിസ് പേരൻസ് ഡൈവേഴ്സ്. ഒരു കൊല്ലം ബില്ലിന് ഒരു ഡിപ്രഷൻ പോലെ ആയിരുന്നു ഈ സെപ്പറേഷൻ കാരണം, അച്ഛനും അമ്മയുടെയും വേർപാട് കാരണം. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം എന്നാ തോന്നുന്നു എനിക്ക്. സമയം 11:05. നമുക്ക് ഇവിടെ നിർത്താം. ബിൽ സെഡ് ഹി റിമെയിൻ ഡിപ്രസ്ഡ് ഫോർ ഓൾമോസ്റ്റ് എ ഇയർ ഫോളോയിങ് ഹിസ് പേരൻസ്. വളരെ വിഷമിച്ച് ആണ് ഒരു കൊല്ലം അദ്ദേഹത്തിന്റെ ജീവിതം കടന്നുപോയത് എന്നുള്ളത് അവിടെ നിർത്താം. ഓക്കെ, ഹലോ.